ഹേ ഗായ്സ്, ആഫ്റ്റർ എ ലോങ് ടൈം ഞാനൊരു റെക്കോർഡിങ്ങിന് പോയി. അതിൻ്റെ ഒരു കുട്ടി സ്റ്റോറിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ കാണുന്ന രണ്ട് കുരുപ്പുകൾ എൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്നറിയില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഫ്രണ്ട്സാണ് എനിക്ക് കൂടുതലും. അപ്പോൾ കം ടു ദ പോയിന്റ്. ജസ്റ്റിൻ ചേട്ടൻ്റെ സ്റ്റുഡിയോയിലേക്കാണ് ഞങ്ങൾ പാടാൻ പോയത്. ജസ്റ്റിൻ ചേട്ടന് ഒരുപാട് നാളത്തെ പരിചയം ഉണ്ടെങ്കിലും ഈ സ്റ്റുഡിയോയിൽ ഞാൻ ആദ്യമായിട്ടാണ് പാട്ട് പാടാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ നല്ല കിഡിലൻ ആംബിയൻസ്, ഫോട്ടോഷൂട്ടിനും അല്ലെങ്കിൽ വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയ നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള നല്ലൊരു സ്ഥലം. അവിടെ ഐ ലവ് WMC എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ അവിടെ നല്ലൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. എൻ്റെ ഷൂട്ടിംഗ് സ്കിൽസ് കൊണ്ടായിരിക്കും ഇത് ഞാനൊരു പ്രേത സിനിമ പോലെ ആക്കിയിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, ദൈവത്തിന് നമ്മളെ പറ്റിയൊരു പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു സമയം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതേപോലെ കഴിഞ്ഞ ദിവസം ഞാൻ ഡ്രൈവിങ്ങിന് പോയ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഡ്രൈവിങ്ങിന് ലൈസൻസ് കിട്ടിയില്ലെങ്കിലും എനിക്ക് അവിടെ നിന്ന് കിട്ടിയൊരു ചാൻസാണ് ഈ പറഞ്ഞ റെക്കോർഡിങ്. അവിടെ എനിക്ക് പ്രാക്ടീസൊക്കെ തന്ന ലിജോ ചേട്ടനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ഈ നിൽക്കുന്ന മനുഷ്യനാണ് ലിജോ ചേട്ടൻ. പിന്നെ പാട്ട് പാടാനൊരു അവസരം കിട്ടിയാൽ അത് എത്ര ചെറിയ അവസരമാണെങ്കിലും വലിയ അവസരമാണെങ്കിലും നമ്മൾ കളയരുതല്ലോ. പിന്നെ ഈ കാണുന്ന ചേട്ടനാണ് വിനോദേട്ടൻ. വിനോദേട്ടനാണ് ഈ പാട്ടിൻ്റെ മെയിൻ സിംഗർ. ആള് അടിപൊളി ഒരു സിംഗറാണ്. ഞങ്ങൾ ഇവിടുന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതാര് മധു ബാലകൃഷ്ണനോ എന്നൊക്കെ. കാരണം ഒറ്റ ടേക്കിൽ പാട്ട് പാടി പുറത്തിറങ്ങി. വിനോദേട്ടൻ്റെ മോളാണ് ആൻമരിയ. ആൻമരിയയുടെ ഫ്രണ്ടാണ് കുഞ്ഞാറ്റ. ബൈ ദ ബൈ ആൻസ്മരിയ. ഞാൻ എന്താണെങ്കിലും ഈ ഒരു ടീമിൻ്റെ കൂടെ സൂപ്പർ കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ പാട്ടിറങ്ങുമ്പോൾ ഞാൻ പറയാം, എല്ലാവരും പോയി കാണണേ. അത്രേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.